നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലമായതോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടേതായിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളും ആ വാഗ്ദാനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് പരസ്യങ്ങളും കാണുന്നുണ്ട്. ഈ പരസ്യങ്ങളെയും വാഗ്ദാനങ്ങളെയും നാം വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ ജനാധിപത്യത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ പരസ്യങ്ങളെല്ലാം തന്നെ, ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ, ഈ മാനിഫെസ്റ്റോയെല്ലാം തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പം ഞാനൊരു പരസ്യം ശ്രദ്ധിച്ചത്, KSRTC ബസ്സിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നൊരു പരസ്യം. ഈ പരസ്യത്തെ നമ്മൾ വസ്തുനിഷ്ഠമായി സമീപിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെടും. ഇപ്പം ഇതിൻ്റെ തൊട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു വർഷം, കൃത്യമായിട്ട് 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ നമ്മൾ വായിച്ച ഒരു വാർത്തയാണ് KSRTCയിലെ ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച്. ആ ദുരിതത്തിൽ ഏറ്റവും പ്രധാനം അവർക്ക് മാസാവസാനം ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് KSRTC ജീവനക്കാർക്ക് മാസാവസാനം ശമ്പളം കിട്ടാത്തത്? അവർക്ക് ശമ്പളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം പോലും KSRTCയിൽ നിന്നുണ്ടാവുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഇത്തരം സ്ഥാപനത്തെ മുൻനിർത്തി നമ്മളൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മുന്നോട്ട് വെക്കുമ്പോഴുള്ള അപകടം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രസ്ഥാനം പൊളിഞ്ഞു പോവുക എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനം പൊളിഞ്ഞു പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട്, ഈ പ്രസ്ഥാനം പൊളിഞ്ഞ് ജീവനക്കാരുടെ ഗതി പഴയതുപോലെ വന്നു കഴിഞ്ഞാൽ മെച്ചപ്പെടുന്നത് ഇവിടുത്തെ സ്വകാര്യ സംരംഭകർക്കാണ്, സാധാരണക്കാരനല്ല. സ്വകാര്യ സംരംഭകരുടെ പ്രശ്നം എന്താണ്? അവർ ലാഭാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവരാണ്. ലാഭമില്ലാത്ത ഒരു റൂട്ടിലും സർവീസ് നടത്താൻ ഒരു സ്വകാര്യ സംരംഭകനും തയ്യാറാവില്ല. ഇപ്പോൾ KSRTC വേണമെങ്കിൽ 10 പേർ മാത്രമുള്ള ഒരു റൂട്ടിൽ സർവീസ് നടത്തും. ഒരു കാട്ടിലേക്ക് സർവീസ് നടത്തും, ഒരു കാട്ടിലെ ഒരു ഗ്രാമത്തിലേക്ക് സർവീസ് നടത്തും, വെറും 10 പേരെ വെച്ച്. കാരണം അവിടെ KSRTCയുടെ താല്പര്യം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ താല്പര്യം ആ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇതാണ് വ്യത്യാസം. ഒരു പ്രൈവറ്റ് പ്ലെയറും ഒരു പബ്ലിക് പ്ലെയറും തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പം ഇങ്ങനെ ഒരു സ്ഥാപനത്തെ തകർക്കുക എന്നതിലപ്പുറത്ത് ഈ വാഗ്ദാനത്തിന് ഒരു ലോജിക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, KSRTCയെ വലിയ രീതിയിൽ സബ്സിഡി കൊടുത്ത് നിലനിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് അതിനെ ഫണ്ട് പമ്പ് ചെയ്യേണ്ടി വരും. അപ്പം അത്തരത്തിൽ ഫണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പദ്ഘടനയല്ല കേരളത്തിലെ സമ്പദ്ഘടന എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു പരസ്യം ഞാൻ ശ്രദ്ധിച്ചത് തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ഒരു പരസ്യമാണ്. തൊഴിലില്ലായ്മ. അപ്പം ഒരു വലിയ പരസ്യം, വലിയ സിനിമാ നടനെയൊക്കെ വെച്ചുള്ള ഒരു പരസ്യമാണ്. ഈ പരസ്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര, കേരളത്തിൽ തൊഴിലില്ലായ്മ കൊണ്ട് വളരെ രൂക്ഷത അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നിരാശാഭരിതമായിട്ടുള്ള ആഖ്യാനാണ്. ഈ വസ്തുതയിലേക്ക് നമുക്ക് വന്നാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദേശീയ തലത്തിൽ പല തസ്തികകളും നികത്താതെ ഇടുന്ന സമയത്ത് രാജ്യത്ത് നടത്തിയ പൊതുമേഖലാ നിയമനങ്ങളിൽ 60% നടന്നത് കേരളത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. രാജ്യത്തുള്ള മൊത്തം മേഖലയിലുള്ള നിയമനങ്ങളിൽ 60% നടന്ന കേരളത്തിലാണ്. ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഈ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ വസ്തുത. ഇത്തരം പല രസകരമായ വസ്തുതയും നമുക്ക് പരസ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. മറ്റൊന്ന് ഞാൻ കണ്ടത് ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യ മേഖല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പൊതുജനാരോഗ്യ മേഖലയെ കളിയാക്കി പലതും പറയാറുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്നത്, അല്ലെ വലിയ പൈസക്കാരോടുന്ന് അമേരിക്കയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയിൽ മെച്ചപ്പെട്ട ചികിത്സയാണ്, സംശയമില്ല. പണം കൊടുത്ത് ചികിത്സ നേടാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട
ചികിത്സ ലഭ്യമാകുന്ന ഒരു പ്രദേശമാണ്, അല്ലെ ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത്. നേരെ മറിച്ച് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയാണ് ശക്തം. അത് അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ടതാണ്. അതായത് ഇവിടെ സാമാന്യ ജനത്തിന് ലഭിക്കുന്ന ചികിത്സാ സൗകര്യം ഒരു സാധാരണ അമേരിക്കക്കാരന് കിട്ടുന്നില്ല സൗജന്യമായിട്ട്. അമേരിക്കക്കാരന് അത് കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? വൻകിട ഇൻഷുറൻസ് കമ്പനിയിൽ അവൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇതാണ് വ്യത്യാസം. അപ്പം ഈ വ്യത്യാസം നിലനിൽക്കെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ വളരെ ചെറിയ ചികിത്സാ പിഴവുകളെ പോലും പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഖ്യാനം സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഈ ആഖ്യാനം സത്യത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക? കേരളത്തിലെ സ്വകാര്യ ആതുര സേവകർക്കാണ്. വൻകിട സ്വകാര്യ ആതുര സേവകർക്കാണ് ഈ ആഖ്യാനം ഗുണം ചെയ്യുക. കേരളത്തിലെ വൻകിട സ്വകാര്യ ആതുര സേവകർക്കുള്ള പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൻകിട ആശുപത്രി നെറ്റ്വർക്കുകളെല്ലാം തന്നെ അമേരിക്കൻ കോർപ്പറേറ്റുകൾ കൈയടക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു ആഖ്യാനം ആരെയാണ് സഹായിക്കാൻ പോകുന്നത് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ അവിടെയാണ് കൃത്യമായിട്ട് നമ്മുടെ ജനവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ലാക്കും ലക്ഷ്യവും നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം വാഗ്ദാനങ്ങൾ, അതേപോലെ ചില ഇൻഷുറൻസ് ജനങ്ങൾക്ക് സാധാരണക്കാരന് 25 ലക്ഷം ഇൻഷുറൻസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് 1000 രൂപ, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് 1000 രൂപ എന്നല്ല, ഇങ്ങനെ കുറേ സൗജന്യങ്ങളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു ബേസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം ഇവിടെയുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് തന്നെ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഗണ്യമായ ശതമാനം വിനിയോഗിക്കേണ്ടി വരുന്നുണ്ട്. സർവീസിന് വേണ്ടി മാത്രം, ഗവൺമെന്റ് എന്നുള്ള സർവീസ്, ഗവർണൻസ് എന്നുള്ള സർവീസിന് മാത്രം വിനിയോഗിക്കേണ്ടി വരുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് നമ്മൾ മറ്റൊരു ഫിനാൻഷ്യൽ മെക്കാനിസം രൂപപ്പെടുത്തിയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തിയത്. അതാണ് കിഫ്ബി എന്ന് പറഞ്ഞാൽ. അപ്പൊ കിഫ്ബിയുടെ വിജയമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? കഴിഞ്ഞ 5-10 വർഷം ആയിട്ട് കാണുന്ന കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കാണുന്ന വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വാഗ്ദാനം മുന്നോട്ട് വെക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഇത്തരം കിഫ്ബി പോലുള്ള യാതൊരു പരിപാടിയില്ല എന്നുള്ളത് അവരുടെ ഈ വാഗ്ദാനങ്ങളുടെ ലിസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇത്തരം വഞ്ചനകളിൽ പെടാതിരിക്കാനുള്ള ജാഗ്രത, പലതരം വഞ്ചനകൾ, പലതരം നുണകൾ, പലതരം കുപ്രചരണങ്ങൾ, ഇതിലൊന്നും പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സാമാന്യ ജനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജാഗ്രതയാണ്. ഈ കപടന്മാരെ, നുണയന്മാരെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ യുക്തിഭദ്രമായിട്ട് സമൂഹത്തിലെ ഓരോ കാര്യവും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ.